ദില്ലിയിൽ അധികാരത്തിലെത്താൻ ദളിത് വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം ബിജെപി ദ്രുതഗതിയിലാക്കി. അമിത്ഷായുടെ നേതൃത്വത്തിൽ ദളിത് വിഭാഗത്തിന്റെ കൺവെൻഷൻ വിളിച്ചു ചേർത്താണ് ബിജെപി ദളിത് വിഭാഗത്തിനിടയിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത്. കേന്ദ്രത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ദില്ലിയിൽ അധികാരത്തിലെത്താനുള്ള എല്ലാ വഴികളും തേടുകയാണ് ബിജെപി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ ഉയർത്തിക്കാണിക്കാതെ മോദിയുടെ ഇമേജിലായിരുന്നു ബിജെപി ദില്ലിയിൽ പ്രചാരണം തുടങ്ങിയതും. ആം ആദ്മി സാധാരണ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായ പ്രവർത്തനത്തിലൂടെ പ്രചാരണഘട്ടത്തിൽ ഏറെ മുന്നിലെത്തിയപ്പോഴാണ് ബിജെപി ദളിത് വിഭാഗത്തിന്റെ പ്രത്യേക കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെയാണ് കൺവെൻഷനിൽ പങ്കെടുത്തതും. കേന്ദ്രത്തിലെത്തിയതിനു ശേഷം ബിജെപിയും മോദിയും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചാണ് അമിത്ഷാ തന്റെ പ്രസംഗം തുടർന്നത്. भारतीय जनता पार्टी की मोदी सरकार ने जन धन योजना शुरू कर हर गरीब के घर में कम से कम एक बैंक अकाउंट खोलने की योजना शुरू कर 10 करोड़ के आसपास गरीबों के बैंक अकाउंट खुलाने का काम समाप्त. കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിലുള്ളപ്പോൾ അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മിക്കോ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ദളിത് മോർച്ച സംസ്ഥാന നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിലെത്തിയതിനു ശേഷം പല സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ ഒരു സർക്കാർ രൂപീകരിക്കുക എന്നത് ബിജെപിയുടെ അഭിമാന പ്രശ്നവുമാണ്. ദേശീയ നേതൃത്വം തന്നെയാണ് ബിജെപിയുടെ പ്രചാരണ രംഗവുമായി ദില്ലിയുടെ പല ഭാഗങ്ങളിലുള്ളതും. ദില്ലിയിലെ തൽക്കുത്തോറ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായുടെ ദൃശ്യങ്ങൾക്കൊപ്പം ബിജേഷ് നടുവിൽ.